എന്നെക്കുറിച്ചും എൻ്റെ വൈഫിനെ കുറിച്ചും മോശമായ ടൈറ്റിലോട് കൂടിയ ഒരു കണ്ടന്റ് ഇല്ലാത്ത ഐ എം ഫൈലിംഗ് എ കേസ് അഗൈൻസ്റ്റ് എവ്രിവൺ. മോശം പരാമർശങ്ങളും വ്യാജ വാർത്തകളും സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുന്നവർക്കെതിരെയും ചില മാധ്യമങ്ങൾക്കെതിരെയും പ്രതികരിച്ചുകൊണ്ട് നടൻ ക്രിസ് വേണുഗോപാൽ കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് സോഷ്യൽ മീഡിയയിലൂടെ രംഗത്തെത്തിയിരുന്നു. ഇന്നിതാ ഇവർ ഡിവോഴ്സായി എന്ന വ്യാജ വാർത്തയെക്കുറിച്ച് പ്രതികരിച്ചുകൊണ്ട് ക്രിസിന്റെ ഭാര്യയായ ദിവ്യ ശ്രീധർ തന്നെ രംഗത്തെത്തുകയാണ്. ദിവ്യയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: വിവാഹം കഴിഞ്ഞ് ആകെ കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളൂ. അതിനിടയിൽ ഡിവോഴ്സ് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ വേദനിപ്പിക്കുന്നത് എന്തിനാണ്? ഞങ്ങൾ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങൾ പറഞ്ഞ് ഞങ്ങളെ വേദനിപ്പിക്കുകയാണ്. ഒരിക്കലും ഞങ്ങൾക്കിത് ക്ഷമിക്കാനോ പൊറുക്കാനോ കഴിയില്ല. കാരണം അത്രമാത്രം വ്യാജ വാർത്തകളാണ് സോഷ്യൽ മീഡിയയിലൂടെ പലരും പ്രചരിപ്പിക്കുന്നത്. കമന്റുകളും അങ്ങനെ തന്നെയാണ്. മോശം പരാമർശം തന്നെയാണ് നടത്തുന്നത്. ചിലരൊക്കെ ഞങ്ങളെ വിറ്റ് കാശാക്കുന്നുമുണ്ട്, അതും മനസ്സിലാകുന്നു. എന്നാൽ ഞങ്ങളെക്കുറിച്ച് തീരെ സഹിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ പറയുന്നവർക്കെതിരെയാണ് ഞങ്ങൾ ഇപ്പോൾ നിയമപരമായിട്ടുള്ള പോരാട്ടത്തിന് വേണ്ടിയിട്ട് ഒരുങ്ങുന്നത്. ഇനി അത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾ പ്രചരിപ്പിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിയമപരമായി തന്നെ മുന്നോട്ട് നീങ്ങും എന്നായിരുന്നു ക്രിസും ദേവ്യയും തുറന്നു പറഞ്ഞത്. ഇപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും. എന്തിനും ഏതിനും കുറ്റങ്ങൾ മാത്രം കണ്ടുപിടിച്ച് സോഷ്യൽ മീഡിയയിലൂടെ വ്യാജ വാർത്തകൾ മനഃപൂർവ്വം പങ്കുവെക്കുന്ന ചില യൂട്യൂബ് ചാനലുകളും ചില കമന്റുകൾ ഇടുന്ന വ്യക്തികളുമുണ്ട്. അത്തരത്തിലുള്ളവരൊക്കെ തന്നെയാണ് ക്രിസിന്റെയും ദിവ്യയുടെയും കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ട് വ്യാജ വാർത്തകൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുന്നത്. ഇത്തരത്തിലുള്ളവരോട് ഇതുവരെയായിട്ടും പ്രതികരിച്ചുകൊണ്ട് ദിവ്യയോ ക്രിസോ എത്താറില്ലായിരുന്നു. മൗനമായിരുന്നു ഇരുവരും പാലിക്കാറുണ്ടായത്. പല അഭിമുഖങ്ങളിലും താരദമ്പതികൾ എത്തുമ്പോൾ ആരാധകർക്ക് എല്ലാവർക്കും ചോദിക്കാനുള്ളത്, എന്തുകൊണ്ടാണ് നിങ്ങളെക്കുറിച്ച് മോശം അഭിപ്രായങ്ങൾ പറയുന്നവർക്കെതിരെ പ്രതികരണം അറിയിക്കാത്തത്? അതെല്ലാം സത്യമാണെന്ന് നിങ്ങൾ ഉൾക്കൊള്ളുന്നത് കൊണ്ടാണോ എന്ന് വരെ ആരാധകർ ചോദിക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ ആ ചോദ്യത്തിന് ഒരു ഉത്തരം കിട്ടി. തങ്ങളെക്കുറിച്ച് മോശം പരാമർശിക്കുന്നവർക്കെതിരെ നിയമപരമായി തന്നെ മുന്നോട്ട് നീങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് ക്രിസും ദിവ്യയും. ഇതൊരു കണക്കിന് നന്നായി എന്നും ആരാധകർ തന്നെ പറയുകയാണ്. പണത്തിന് വേണ്ടി എന്തും ചെയ്യുന്ന ചില ആളുകളുണ്ട്. അത്തരത്തിലുള്ളവരാണ് ദിവ്യന്റെയും ക്രിസിന്റെയും പേര് ചേർത്ത് വ്യാജ വാർത്തകൾ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത്. അത്തരത്തിലുള്ള വലിയൊരു വ്യാജ വാർത്തയായിരുന്നു ക്രിസും ദിവ്യയും ഡിവോഴ്സാകാൻ പോകുന്നു എന്നുള്ളത്. ഇതിനെതിരെ വലിയ രീതിയിൽ തന്നെ പ്രതികരിച്ചുകൊണ്ടാണ് ദിവ്യ സോഷ്യൽ മീഡിയയിലൂടെ രംഗത്തെത്തിയത്. ദിവ്യ പ്രതികരിച്ചതിൽ ആരാധകർ ആശംസകളും അറിയിക്കുന്നുണ്ട്. ഒന്നും ഇങ്ങനെ സഹിച്ചു നിൽക്കരുത്, എല്ലാത്തിനും പ്രതികരണം അറിയിക്കണം. നിങ്ങൾ ശക്തമായ ഒരു വനിതയാണ്, അതുകൊണ്ട് തന്നെ നിയമപരമായി തന്നെ മുന്നോട്ട് നീങ്ങണമെന്നും ക്രിസിനോടും ദിവ്യയോടും ആരാധകർ പറയുന്നു. ക്രിസ് വേണുഗോപാലിനാകട്ടെ അദ്ദേഹം വിദ്യാസമ്പന്നനാണ്, ഒരുപാട് അറിവുകളുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ നിയമത്തെക്കുറിച്ചും നന്നായിട്ട് അറിയാം. കാരണം അദ്ദേഹം ഒരു അഡ്വക്കേറ്റാണ്. അങ്ങനെയുള്ള ആ ഒരു വ്യക്തിയെക്കുറിച്ച് വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ഈ കഴിഞ്ഞ ദിവസം പോലും താരം തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ തന്റെ ഭർത്താവായ ക്രിസ് വേണുഗോപാൽ നൽകിയ സമ്മാനങ്ങൾ കാണിച്ചുകൊണ്ട് ഒരു വീഡിയോ പങ്കുവച്ചിരുന്നു. ആ വീഡിയോയിൽ പോലും ദിവ്യ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: മോശം കമന്റുകൾ ഇടാൻ വേണ്ടിയിട്ട് ആരും വീഡിയോ കാണണ്ട, ഇത് ഞങ്ങളെ സ്നേഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള വീഡിയോ ആയിരുന്നു എന്നായിരുന്നു ദിവ്യ കുറിച്ചത്.